നിങ്ങൾക്ക് എന്നെ അറിയോ? എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം. നിനക്ക് ഇവരെ അറിയില്ലേ? അവൾക്ക് ഒന്നും അറിയില്ല. എൻ്റെ അച്ഛനെ എല്ലാം അറിയാമായിരുന്നു. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നോ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ധാരാളം സെൻറ്റൻസുകൾ പറയാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. നോ എന്ന വാക്കിന് അറിയുക എന്നാണ് അർത്ഥം. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഐ നോ യു. എന്താ അർത്ഥം? എനിക്ക് നിന്നെ അറിയാം. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം എന്നാണ് അർത്ഥം. യു എന്നാൽ നിന്നെ. അടുത്തത് വി നോ ഹിം. ഞങ്ങൾക്ക് അവനെ അറിയാം. വി എന്നാൽ ഞങ്ങൾക്ക്, ഹിം എന്നാൽ അവനെ. അടുത്തത് ദേ നോ എവരിത്തിങ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ദേ എന്നാൽ അവർക്ക്, എവരിത്തിങ് എന്നാൽ എല്ലാ കാര്യങ്ങളും. അടുത്ത സെൻറ്റൻസ് ഹി നോസ് മീ. എന്താ അർത്ഥം? അവന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ അറിയാം. അടുത്തത് ഷീ നോസ് അസ്. അവൾക്ക് ഞങ്ങളെ അറിയാം. ഇവിടെ ഈ രണ്ട് സെൻറ്റൻസുകളിലും നോ എന്ന വാക്കിൻ്റെ കൂടെ എസ് ചേർത്തു. നോസ് എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? ഹി എന്ന് പറഞ്ഞാൽ അവൻ, അത് ഒരാളല്ലേ ഉള്ളൂ. ഷി എന്ന് പറഞ്ഞാൽ അവൾ, അതും ഒരാളല്ലേ ഉള്ളൂ. ഇതുപോലെ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അതായത് ഒരാൾക്കാണ് അറിയാമെന്ന് പറയുന്നതെങ്കിൽ നോ എന്ന വാക്കിൻ്റെ കൂടെ എസ് ചേർക്കണം. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അറിയാം എന്നാണ് പറയുന്നതെങ്കിൽ എസ് ചേർക്കണ്ട. അതുകൊണ്ടാണ് വി നോ, ദേ നോ എന്ന് പറയുന്നത്. ഐ എന്നത് ഒരാളാണെങ്കിലും എസ് ചേർക്കരുത് എന്നാണ് നിയമം. അതുകൊണ്ടാണ് ഐ നോ എന്ന് പറയുന്നത്. അടുത്തത് നിനക്ക് എന്നെ അറിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡു യു നോ മീ. എങ്ങനെയാണ്? ഡു യു നോ മീ. ഡു യു നോ എന്നാൽ നിനക്ക് അറിയോ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ എന്നുമാണ് അർത്ഥം. മീ എന്നാൽ എന്നെ. അടുത്തത് ഡു ദേ നോ ദിസ് പ്ലേസ്. അവർക്ക് ഈ സ്ഥലം അറിയോ? ഡു ദേ നോ എന്നാൽ അവർക്ക് അറിയോ ദിസ് പ്ലേസ്, ഈ സ്ഥലം. ഇനി അടുത്തത് ഡസ് ഹി നോ ഹൗ ടു ഡ്രൈവ്. എന്താ അർത്ഥം? അവന് ഡ്രൈവിംഗ് അറിയോ. ഡസ് ഹി നോ എന്നാൽ അവന് അറിയോ എന്നാണ് അർത്ഥം. അടുത്ത സെൻറ്റൻസ് ഡസ് രാഹുൽ നോ ഹൗ ടു പ്ലേ ഫുട്ബോൾ. രാഹുലിന് ഫുട്ബോൾ കളിക്കാൻ അറിയോ. ഡസ് രാഹുൽ നോ എന്നാൽ രാഹുലിന് അറിയോ. ഹൗ ടു പ്ലേ ഫുട്ബോൾ എന്നാൽ എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുക എന്ന്. ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം നോക്കൂ. അറിയോ എന്ന് ചോദിക്കാനേ ചിലയിടത്ത് ഡു എന്നും ചിലയിടത്ത് ഡസ് എന്നും ഉപയോഗിച്ചു. എന്താ കാരണം? ഒരാൾക്ക് അറിയോ എന്ന് ചോദിക്കാൻ ഡസ് ഉപയോഗിക്കുക, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അറിയോ എന്ന് ചോദിക്കാൻ ഡു ഉപയോഗിക്കുക. അതാണ് വ്യത്യാസം. അടുത്തത് ഐ ഡോണ്ട് നോ യു. എന്താ അർത്ഥം? എനിക്ക് നിന്നെ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല. വി ഡോണ്ട് നോ ഹൗ ടു സ്വിം. ഞങ്ങൾക്ക് നീന്തൽ അറിയില്ല. മൈ ബ്രദേഴ്സ് ഡോണ്ട് നോ യു. എൻ്റെ സഹോദരന്മാർക്ക് താങ്കളെ അറിയില്ല. ഷീ ഡസിൻറ്റ് നോ ഹിന്ദി. അവൾക്ക് ഹിന്ദി അറിയില്ല. മൈ മദർ ഡസിൻറ്റ് നോ ഹൗ ടു ഡ്രൈവ്. എൻ്റെ അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഒരാൾക്ക് അറിയില്ല എന്ന് പറയാൻ ഡസിൻറ്റ് ഉപയോഗിക്കുക. എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അറിയില്ല എന്ന് പറയാൻ ഡോണ്ട് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് വ്യത്യാസം. എന്നാൽ ഐ എന്ന വാക്കിന് ശേഷം ഡോണ്ട് ആണ് ഉപയോഗിക്കേണ്ടത്, ഡസിൻറ്റ് അല്ല. അതാണ് ഗ്രാമർ നിയമം. ഇനി അടുത്തത് എനിക്ക് അത് അറിയാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അത് അറിഞ്ഞു എന്നെങ്ങനെ പറയാം? ഐ ന്യൂ ദാറ്റ്. എങ്ങനെയാണ്? ഐ ന്യൂ ദാറ്റ്. എൻ്റെ അച്ഛൻ എല്ലാം അറിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ അച്ഛന് എല്ലാം അറിയാമായിരുന്നു എന്നെങ്ങനെ പറയും? മൈ ഫാദർ ന്യൂ എവരിത്തിങ്. ന്യൂ എന്നാൽ അറിഞ്ഞു അല്ലെങ്കിൽ അറിയാമായിരുന്നു എന്നാണ് അർത്ഥം. ഇനിയും കുറച്ചുകൂടി സെൻറ്റൻസുകൾ നോക്കാം. ഡോണ്ട് യു നോ മീ. നിനക്ക് എന്നെ അറിയില്ലേ. ഡോണ്ട് യു നോ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ലേ എന്നാണ് അർത്ഥം. അടുത്തത് ഡസിൻറ്റ് ഹി നോ ഇംഗ്ലീഷ്. അവന് ഇംഗ്ലീഷ് അറിയില്ലേ. ഡസിൻറ്റ് ഹി നോ എന്നാൽ അവന് അറിയില്ലേ എന്നാണ് അർത്ഥം. അടുത്തത് നിങ്ങൾ അറിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് യു നോ. എങ്ങനെയാണ്? ഡിഡ് യു നോ. ഡിഡ് യു നോ എബൌട്ട് ദി ഓഫർ. നീ ഓഫറിനെ കുറിച്ച് അറിഞ്ഞോ. ഡിഡ് യു നോ ഹിം. നിനക്ക് അവനെ അറിയാമായിരുന്നോ. അടുത്തത് സോറി ഐ ഡിഡിൻറ്റ് നോ ദാറ്റ്. എന്താ അർത്ഥം? ക്ഷമിക്കണം, ഞാൻ അത് അറിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്കത് അറിയില്ലായിരുന്നു എന്നാണ് അർത്ഥം.
അടുത്ത സെൻറ്റൻസ് വി ഡിഡിൻറ്റ് നോ അബൌട്ട് ദി ന്യൂ ട്രാഫിക് റൂൾ. എന്താ അർത്ഥം? ഞങ്ങൾ പുതിയ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇനി അടുത്തത്, നീ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ നിനക്ക് അറിയാമായിരുന്നില്ലേ എന്നെങ്ങനെയാ ചോദിക്കുക? ഡിഡിൻറ്റ് യു നോ. എങ്ങനെയാണ്? ഡിഡിൻറ്റ് യു നോ. ഡിഡിൻറ്റ് യു നോ അബൌട്ട് ദി എക്സാം. നീ പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞില്ലേ അല്ലെങ്കിൽ നിനക്ക് പരീക്ഷയെക്കുറിച്ച് അറിയാമായിരുന്നില്ലേ എന്നാണ് അർത്ഥം. ഇപ്പോൾ നോ എന്ന വാക്ക് ഉപയോഗിക്കുന്ന വ്യത്യസ്ത സെൻറ്റൻസുകളും മനസ്സിലായല്ലോ അല്ലേ? ഈ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.